യവനിക ഉയരുന്നിവിടെ വിടർന്നൊരു ജീവിത നാടകരംഗം. ജനനം തൊട്ടു തുടങ്ങി നാടകമടിമുടി നാട്യക്കാര ഉയർത്തൂ ഉണർത്തൂ. പി വി, ആ പി വി തന്നെ ഈ പി വി. അനാവശ്യം പറയരുത്. അനാവശ്യം പറയരുത്. കർത്ത തന്നെ പറഞ്ഞു. അനാവശ്യം പറയട്ടോ. പുസ്തകങ്ങൾ വീണ്ടും കർത്ത തുറന്നു. എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല. ഒരു സേവനവും കിട്ടിയിട്ടില്ല. അനാവശ്യമായിട്ട് പേര് വലിച്ചഴിച്ചാലുണ്ടല്ലോ. ഞങ്ങളുടെ പി വി ആര് പറഞ്ഞു? ഞങ്ങളുടെ പി വിയോ? ഞങ്ങളുടെ പിണറായിനെ പറ്റി അനാവശ്യം പറഞ്ഞുണ്ടല്ലോ. വലിച്ചിഴക്കാണ്. ആ ഭരണത്തിന് നമ്മൾ നടന്നിട്ടില്ല. ഇനി പ്രതിപക്ഷത്തിരുന്നപ്പോ കൊണ്ടു ഇത് ഞങ്ങൾ സമ്മതിച്ചു തരില്ല. ഇതിന്റെ ശക്തമായി നിങ്ങൾ സേവനം കൊടുത്തു എന്ന് പറയുന്ന കമ്പനി തന്നെ പറയുന്നു എനിക്ക് അങ്ങനെ ഒരു സേവനം കിട്ടിയിട്ടില്ല, ഞാൻ കാശ് കൊടുത്തത് വെറുതെയാണെന്ന്. വെറുതെ എന്താ കർത്ത വേദനിക്കുന്ന കോടീശ്വരനാണോ എല്ലാവർക്കും കാശ് കൊടുക്കാനായിട്ട്? മൊഴിയാരെ പുറത്തുവിട്ടത്? എല്ലാവർക്കും കാശ് മൊഴിയാരെ പുറത്തുവിട്ടത്? അയ്യേ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ എല്ലാം ചോർന്ന് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുക. മാധ്യമങ്ങളിൽ വന്നതുകൊണ്ട് മാത്രം അത് ശരിയാവണമെന്നുണ്ടോ? ഉണ്ടോ? മാധ്യമങ്ങളാണോ ഇപ്പൊ പുറത്തുവിട്ടത്? പിന്നെ മാധ്യമങ്ങളിൽ വന്നു എന്ന് പറഞ്ഞത് ശരിയാണ്. മാധ്യമങ്ങൾ വാർത്ത കൊടുത്തതാണോ തെറ്റ്? എല്ലാം മാധ്യമങ്ങളുടെ നെഞ്ചത്ത്. അല്ലെങ്കിൽ എന്തെങ്കിലും കാള പറ്റുമെന്ന് കേട്ടോ കയറെടുക്കും കുറേനോടെ ഉണ്ട്. രേഖയുണ്ടെങ്കിലേ അത് കാണിക്കും അങ്ങോട്ട്. കാണിക്ക്. എല്ലാം മാധ്യമങ്ങളുടെ സൃഷ്ടി. സൃഷ്ടി. കർത്തയുടെ കയ്യിൽ നിന്ന് മാസപ്പടി മേടിച്ചതും മാധ്യമങ്ങളുടെ മൊഴി. ഇപ്പൊ പുറത്തു വന്ന മൊഴി മാധ്യമ സൃഷ്ടിയാണ്. രേഖയുണ്ടെങ്കിൽ കാണിക്കേ. വെറുതെ ആ ഈടിനെ എടുത്തിട്ട് ചാമ്പാൻ ചെല്ലുമ്പോ ആലോചിക്കണമായിരുന്നു ഭാവിയിൽ നിങ്ങൾക്ക് പ്രശ്നം കിട്ടുമെന്ന്. ഇവിടെ ഒരു മൈക്ക് ഒരു സ്ക്രീനും ഉണ്ടെങ്കിൽ ആർക്കും ക്യാമറയോ ആ ക്യാമറ ഒരു മൈക്ക് ഉണ്ടെങ്കിൽ ഇവിടെ ആർക്കും എന്ത് സൃഷ്ടിക്കാം. ഏത് കുട്ടിയുടെ സമ്മതിച്ചു തരൂല. കർത്ത പറഞ്ഞതോ എനിക്ക് സേവനം കിട്ടിയിട്ടില്ല? ഒരു തെളിവ് ഇല്ലാഞ്ഞിട്ടാണോ വീണ മോളെ 3 തവണ ചോദ്യം ചെയ്തത്? ഞങ്ങൾ വടിയെടുക്കും, ഇഷ്ടികെടുക്കും, മുട്ടയെടുക്കും. ഇഷ്ടിക എടുത്ത 25 എണ്ണം അകത്തല്ലേ? ഇനി എടുക്കാൻ ലോകം പോലും കാണുന്നില്ല. ഇനി എടുക്കാൻ ഞങ്ങള് കണ്ടോ നിങ്ങൾക്ക് എന്റെ മാനവരെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മകളിലൂടെ അച്ഛൻ തന്നെയായിരുന്നു ലക്ഷ്യമിട്ടത്. വരവ് അതെ, ഉറപ്പായിട്ടും. കാരണം എക്സാലോജിക് എന്ന ഒരു കമ്പനി തുടങ്ങിയതിൽ സംശയമുണ്ട്. മാസപ്പടി മേടിക്കാനുള്ള ബുദ്ധിയൊന്നും വീണക്കില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ എന്തെങ്കിലും കിട്ടുമെന്നൊരു ശ്രമം അങ്ങ് നടത്തും. രവി പിള്ളയുടെ സ്ഥാപനത്തിലായിരുന്നു വീണമൾക്ക് ജാലി. രവി പിള്ള വരെ അവിടുന്ന് പറഞ്ഞു വിട്ടത് ആ ബുദ്ധിയില്ലാത്തോണ്ട്. ഇത്രയും കാലം കഷ്ടപ്പെടുകയായിരുന്നു പിണറായിലേക്ക് അന്വേഷണം എത്തിക്കാൻ വേണ്ടി. ഇപ്പൊ എവിടെന്നോ ഒരു മൊഴി പിണറായിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. SFIO നടത്തിയ അന്വേഷണത്തിൽ അവർക്ക് തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ് ഇതിന്റെ തലയിൽ വേറെ ആരോ ആണ് ഉള്ളതെന്ന്. ഇതിന്റെ തലയിൽ ഞങ്ങളുടെ പിണറായി ആർക്കും ഇഷ്ടമല്ല. ഇമാതിരി കാട്ടായം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ് ഇഷ്ടപ്പെടുന്നത്? അതുകൊണ്ടല്ലേ നാട്ടുകാരുടെ കാശ് മുഴുവൻ പുള്ളിനെ ഇത്രയ്ക്ക് താല്പര്യമായോണ്ടല്ലേ നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ ക്രൂശിക്കുന്നത്? വരട്ടെ, നെഞ്ചത്തോട്ട് വരട്ടെ, എല്ലാം അപ്പൊ നോക്കാം. കുറ്റക്കാർ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ. അതിന് നിങ്ങൾ എന്തിനാ താങ്ങാൻ നടക്കുന്നത്? മടിയിൽ കനമില്ല. മടിയിൽ കനമില്ലാത്തതുകൊണ്ട് വല്ലാതെ പേടിക്കുന്നു. പേടിയൊന്നുമില്ല. ഈ വീണയ്ക്ക് CMR അല്ല, എക്സാലോജിക് അല്ലാതെ വേറെ കമ്പനി ഉണ്ടെന്ന് കേൾക്കുന്നു. വേറെ ഒരു കമ്പനി? ഹൗ മെനി കമ്പനീസ്? ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു വിടണേ? ഇത് മറ്റേ അമർചിത്ര കഥ എഴുതാൻ ആള് പോലും ഇങ്ങനെ എഴുതില്ലല്ലോ. കഥകള്, കള്ളക്കഥകള് നെയ്ത് വിടിയാണ്. ഒരു കമല അസോസിയേറ്റ്സ് എന്തായി? മനവരെ നിങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. ഞങ്ങളുടെ പിള്ളേർക്ക് ഇതിൽ ബന്ധമില്ല. ഇതിൽ അദ്ദേഹത്തിന്റെ ഗർഭം ഇങ്ങനെയല്ല. അദ്ദേഹത്തിന് ഗർഭം ഇങ്ങനെയല്ല. അപ്പൊ നമ്മൾ ചോദിക്കുന്നത് ED എന്തിനു വന്നു? ED വന്നത് അന്വേഷിക്കാൻ. SFIOയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ED അന്വേഷണം നടത്തുന്നത്. അതിൽ നിന്ന് മറ്റു ചില തലകളിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തല മാസപ്പടിക്ക് അതോടെ മേടിച്ച വെറും 2.25 കോടി അല്ല, അതിനപ്പുറത്ത് കോടാനുകോടികൾ. പിന്നെ കേരളത്തിന്റെ കരിമണൽ കൊണ്ടുപോയി വടിച്ച് നക്കിയപ്പോ 2.25 കോടിയാണോ അതിനകത്ത് നിന്ന് പോയേക്കുന്നത്? പിണറായിയുടെ ലക്ഷ്യം കോടാനുകോടികൾ അതിന്റെ മറവിൽ മറച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? 2.25 കോടി മാസപ്പടി വെറും ഒരു ഗിമ്മിക്ക് മാത്രമാണ് സുഹൃത്തുക്കളെ. ഹലോ, വേഗം കമ്പും ഇറങ്ങിക്കോളൂ. ഇറങ്ങാൻ സമയമായി. നിർത്ത്. അങ്ങനെ അങ്ങ് ജനങ്ങളുടെ മെക്കിട്ട് കയറി ജനങ്ങളെ മുഴുവൻ അങ്ങ് വടിച്ചു നക്കി തിന്നാവുന്ന ഒരുത്തനും വിചാരിക്കേണ്ട. അതിന്റെ ഉദാഹരണമാണ് അങ്ങ് കേന്ദ്രത്തിൽ നടന്ന ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. വെറും കൂറകളാണ് അത്ര സമരവുമായിട്ട് ഇറങ്ങിയത്. ആ കൂറകൾ കണ്ടില്ലേ? ഒരു കേന്ദ്രമന്ത്രിയെ രാജിവെപ്പിച്ചു. എത്ര വർഷം ഭരിക്കുന്നത്? 12 വർഷത്തിനിടയിൽ ആദ്യമായിട്ട് മോദി സർക്കാർ ഇതാ വിക്കറ്റ് തെറിപ്പിച്ചിരിക്കുന്നു. അവിടെയാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലേ, ഇവരും മറ്റേ കോൺഗ്രസും ഒക്കെ കൂടി ചേർന്ന് ഇവര് തലയും കുത്തി നോക്കിയിട്ട് നടക്കാത്ത കാര്യമാണ്
കുറച്ച് പിള്ളേര് നടത്തിയത്. ഇനി 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 ഒരു വരവാണ്, ക്രെഡിറ്റ് ഏറ്റെടുക്കാനുള്ള ഒരു വരവാണ്. കോൺഗ്രസ് ആണെന്ന് അവര് പറയും. മുണ്ട് മടക്കി കുത്തിയ ബ്രിട്ടാസും റഹീമുമാണെന്ന് ഇവർ പറയും. ക്രെഡിറ്റ് ഒന്നുമില്ല, ഞങ്ങൾ അങ്ങ് ഉണ്ടാകും. പിള്ളേര് നിങ്ങളെ ആരും അടുപ്പിക്കത്തില്ല. അവര് ഒരു കൊടിയുടെയും ബലത്തിലല്ല അവിടെ സമരം നടത്തുന്നത്, മനസ്സിലായോ? അപ്പൊ പാർട്ടിയുടെ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്കൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. വിദ്യാർത്ഥിയാണോ പാർട്ടിയാണോ ഉള്ളൊന്ന് കാണട്ടെ. ആ കൂട്ടത്തിൽ പിന്നെ പ്രതിഷേധിക്കുന്നവരുടെ കൂട്ടത്തിൽ തീവ്രവാദികളാണോ ഇരിക്കുന്നത്? പാർട്ടിയും ഉണ്ട്, വിദ്യാർത്ഥികളും ഉണ്ട്. ഉള്ളിൽ കാവ്യാണോ? ഇപ്പൊ കാവ്യയില്ല, പലരുടെയും ഉള്ളിൽ കാവ്യാണോ തെളിഞ്ഞു വരുന്നു. ഒരു കാവ്യയില്ല കേട്ടോ. ആയിക്കോട്ടെ, ഇത് കാവ്യല്ല കേട്ടോ, ഇത് ഗോൾഡൻ കളറാണ്. നോക്കൂ, പിണറായിനെ കൊടുക്കാനുള്ള ശ്രമം ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ എല്ലാ ജില്ല തോറും ഇനി പ്രതിഷേധമായിരിക്കും. എന്തിന് കൊടുക്കാൻ നോക്കുന്നു? ഞങ്ങളുടെ സഖാവിനെ കൊടുക്കാൻ നോക്കുന്നു. തെളിവുണ്ടെങ്കിൽ നടപടിയായിട്ട് മുൻപോട്ട് അവർ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അറസ്റ്റിലേക്കും കടക്കും. ഈ മൊഴി എവിടെ നിന്ന് കുറ്റക്കാരനാണെങ്കിൽ അകത്ത് കിടക്കേണ്ടി വരും. രമണ, ഈ മൊഴി എവിടെ നിന്നാണ് ഞങ്ങൾക്ക് അറിയണം. മാധ്യമ സൃഷ്ടിയല്ലേ? നിങ്ങൾക്ക് മൊഴി ആരാ പുറത്തുവിട്ടത്? അതാദ്യം പറയും. കർത്ത കൊടുത്തതെല്ലാം മാധ്യമ സൃഷ്ടിയാണോ? നിങ്ങളല്ലേ പോയി മാസപ്പടി മേടിച്ച് നക്കിയത്? മാധ്യമങ്ങളാണോ അത് മേടിച്ച് നക്കിയത്? കർത്ത അങ്ങനെ പറഞ്ഞു. അയ്യോ, കൂട്ടത്തിൽ പറയാനുണ്ട് കേട്ടോ. മാധ്യമങ്ങളിൽ ചിലരൊക്കെ പോയി നക്കിയിട്ടുണ്ട്, ചില മുഖ്യധാരാ മാധ്യമങ്ങൾ. അത് മറ്റൊരു കാര്യം. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എത്ര കമ്പനി ഉണ്ട്? ഞങ്ങൾക്ക് 1 2 3 4 തട്ടിപ്പിന് വേണ്ടി തന്നെ നിങ്ങൾ മറ്റേ എക്സാലോജിക്ക് തുടങ്ങിയത്. ഞങ്ങൾക്ക് ഓർമ്മയില്ല. എണ്ണിയാ തീരാത്ത കമ്പനി ഉള്ളതുകൊണ്ട്. അതെ 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 അതെ, എണ്ണിയാ തീരാത്ത കമ്പനികൾ നിങ്ങളെല്ലാം മറ്റേ വിദേശത്ത് കൊണ്ട് പതുക്കിയിട്ടുണ്ടെന്നാണ് ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട്. ഒരാഴ്ച ആഘോഷിക്കാതെ കിട്ടിയിട്ടുണ്ട്. അതെന്നെ, എന്ത് ചെയ്യാനാണ്? ഞങ്ങളുടെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം നമ്മൾ കൊല്ലും. ഞങ്ങളുടെ രോമത്തിൽ, ഞങ്ങളുടെ പിതാവല്ലോ സഖാവിന്റെ രോമത്തിൽ തൊടാൻ ഞങ്ങളുടെ സഖാവിന്റെ രോമത്തിൽ തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങള് പാവം പുള്ളി ഇത്രയും കാലം എല്ലാം കേട്ടു, എല്ലാം സഹിച്ചു. ഇനി ഇതും കൂടി സഹിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം. മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ. ഈടിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ. എനിക്കെതിരെ അനാവശ്യം പടച്ചു വിടുന്നു, കൊടുക്കാൻ പറയടോ. ഈടിയല്ലോ, തെറ്റുകാരനല്ലെങ്കിൽ കൊടുക്കാൻ പറ. ഈ മൊഴി എവിടെ നിന്ന് പുറത്തു വന്നു? ഓക്കെ, ശരി. ഇപ്പൊ മാധ്യമങ്ങളാണ് നിങ്ങളെ വേട്ടയാടുന്നതെങ്കിൽ അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടു. മാനമുള്ളവർക്കല്ലേ അതൊക്കെ ഉള്ളൂ. ഞങ്ങൾ ഇത് സമ്മതിച്ചു തരില്ല. ഞങ്ങള് മുട്ടയും കൊണ്ട് ഇറങ്ങി, മുട്ട എടുത്ത് ഇഷ്ടിക എടുത്ത് ഇറങ്ങിയിട്ട് സമയമായി. കുറെ ആളായിട്ട് ഇവിടെ ഞങ്ങളുടെ പിണറായി എന്ന് പറഞ്ഞ് ഞങ്ങൾ എത്ര പറഞ്ഞ് കമ്മികളുടെ, അതായത് അന്തം കമ്മികളുടെ അവസ്ഥ എങ്ങനെ ഇരുന്ന് ന്യായീകരിക്കും? ഇത് ഉറക്കം അളച്ചിരുന്ന് എക്സ്ട്രാ ടൈം ഡ്യൂട്ടി എടുക്കണം. എന്ത് ചെയ്യാനാന്ന് പറയുന്നേ? വൽക്കാരം മൂടി. ഒലക്കര മൂട്.